ഇവിടുത്തെ ചായ കഴിക്കാൻ മാത്രമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഈ വെള്ളിയാങ്കല്ല് കാണാനെന്നുള്ളതിൻ്റെ ഉദ്ദേശമില്ല. ഇവിടെ വന്ന് വൈകുന്നേരങ്ങളായ നല്ലൊരു ചായയും നല്ല ഒരു കടികളും നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഞങ്ങളെ ചെക്കന്മാരെ കടായ അതെ ആരിസിൻ്റെ കടായ ടീ പോട്ട് എന്ന സ്ഥാപനത്തേക്ക് വന്നുള്ളത്. ഇത് എവിടെയെന്ന് വെച്ചാൽ വെള്ളിയാങ്കല്ല് പാലത്തിന് തൊട്ടപ്പുറത്താണ്. നല്ല മഴ നിന്ന് വീണ മഴയും നല്ല ചൂട് ചായയും നല്ല കടികളും എണ്ണക്കടികളും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. വരി. ഇതാണ് നമ്മുടെ ചെക്ക ആശിഫ്. 24 മണിക്കൂറും ചായ അടിച്ചോണ്ടിരിക്കുന്നത്. ചായ എത്ര മണിയുണ്ടോ അവിടെ ആശിഫ്? വൈകിട്ട് അല്ലേ? ഉച്ചയ്ക്ക് ശേഷം തുറക്കാം. 3 മണി മുതൽ ഞായറാഴ്ച ലീവ് ഒന്നും ഞായറാഴ്ച കുറച്ച് കൂടുതൽ കച്ചവടം ഉണ്ടാവും അല്ലേ? കസ്റ്റമേഴ്സാണ് ഇവിടെ ഉള്ളത്. അല്ല തിരക്കുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരും. അതാണ് ആശുവിന്റെ ചായയുടെ പ്രത്യേകത. അതെ അതെ, അത്രയും തിരക്കുണ്ട് ഇവിടെ. കടിയുന്നുണ്ട്. കടിക്കൊരു മുളക് ബജി. ചൂട് മുളക് ആയിരത്തിന്റെ മുളക് ബജി. അപ്പോൾ ഷാബിക്ക, നമ്മുടെ ചെക്കന്മാരെ ചായയുടെയും കടിനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ചായയും ഇവിടുത്തെ ചായ കഴിക്കാൻ മാത്രമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഈ വെള്ളിയാങ്കല്ല് കാണാനെന്നുള്ളതിൻ്റെ ഉദ്ദേശമില്ല. ഇവിടെ വന്ന് വൈകുന്നേരങ്ങളായ നല്ലൊരു ചായയും നല്ല ഒരു കടികളും നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മഴയത്ത് കിട്ടുന്ന ആ ചായയുടെ അത് വൈബുണ്ടല്ലോ, ഒരു രക്ഷയില്ല. സൂപ്പർ ചായ. ഇവിടുത്തെ തിരക്കണ്ട നമുക്ക് മനസ്സിലാവും. അത് ഇവിടുത്തെ തിരക്കണ്ട മനസ്സിലാവും. ആളുകൾ വരുന്നതിനനുസരിച്ചിട്ടല്ലേ. ആഷിഫൊക്കെ നല്ല അടിപൊളി ചായയാണ്. സൂപ്പർ ചായ, നന്നായി നല്ല അടിപൊളി ചായ. നമ്മൾ അങ്ങനെ ഇതല്ല ഇനിയിപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് എത്ര ആളുകൾ വരാൻ കിടക്കുന്നറിയോ? അത് സ്ഥിരമാണ്. ഞാനും മുസ്ലിം സ്ഥിരമായിട്ട് വരും. ഈ സമയത്തായാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിൽ യാതൊരു മാറ്റമില്ല. ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെ നല്ല സുഹൃത്തുക്കളെ പോലെ അവരുടെ പെരുമാറ്റം അതാണ് ഏറ്റവും വലിയൊരു. ഈ ആളുകളുള്ള സമീപനമാണല്ലോ നമുക്ക് ആ കടയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കടയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഷോപ്പിന്റെ ആൾക്കാരുടെ പെരുമാറ്റം ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ നല്ല ചായയും കിട്ടുമ്പോൾ ഉഷാറായി വയറും നിറയും. വയറും മനസ്സും നിറഞ്ഞു. അടിപൊളി. പിന്നെ ഈ ചായക്കട വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ അറിയോ? നമ്മൾ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നാളത്തെ കളിയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുക. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു മാത്രമല്ല, ഇവിടെ ഒരു ഭയങ്കര രസമായിട്ടൊരു അന്തരീക്ഷമാണ്. ഇത് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്നതിനും ഇവിടെ എല്ലാ സംഗതിയും ഇത് ചെയ്യപ്പെടും, പാകം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ മതിയാ. പൊളിറ്റിക്സ് ആണെങ്കിലും മറ്റ് ഒരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല നമുക്ക്. അതൊരു വല്ലാത്തൊരു ഘടകമാണ്. പിന്നെ നിങ്ങൾ അതിൻ്റെ ഇടയിലുള്ള നിങ്ങളെ ചായ ഒരു രക്ഷയില്ല. അത് ഞാൻ ചായ കടികളൊക്കെ പഴംപൊരിയൊക്കെ കഴിച്ച് സംസാരിച്ചാണല്ലോ. ആരിസിന്റെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സംഗതിയാണ്. അടിപൊളി, നല്ല അടിപൊളി. നമ്മുടെ കടയുടെ ലൊക്കേഷൻ കടയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതോ വെള്ളിയാങ്കലിൻ്റെ ഹൃദയഭാഗത്ത്. വെള്ളിയാങ്കലിൽ വന്നു കഴിഞ്ഞാൽ ഇത് കാണാതെ പോവില്ല. ഈ കട കാണാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഇത് പിന്നെ എല്ലാ മേഖലയും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ ടീപോട്ട്. നമ്മൾ ആദ്യം അവിടെ നിന്ന് വരുമ്പോൾ ടീപോട്ട് കാണും ഉറപ്പന്നെ. അതെ അതെ, നല്ലൊരു രസകരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പറയാം. നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ഇവിടെ വരണം, അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നല്ല അടിപൊളി നല്ല അറ്റ്മോസ്ഫിയറാണ്. അത് മാത്രമല്ല പിന്നെ ഈ ഇവിടെ കാണാതെ പോലെ ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ വരുന്നത്. ഈ കടയുടെ ഷോപ്പിൻ്റെ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു വൈബ്.